Good morning, students. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പെൻഷൻ പ്ലാനിനെ കുറിച്ചായിരുന്നു. അതിലെ ഫസ്റ്റ് വൺ ആയിട്ടുള്ള ഡിഫൈൻ ബെനിഫിറ്റ് പ്ലാൻ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ബെനിഫിറ്റും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DC പ്ലാൻ അഥവാ ഡിഫൈൻ കോൺട്രിബ്യൂഷൻ പ്ലാൻ. ദിസ് ടൈപ്പ് ഓഫ് പ്ലാൻ, the retirement plan le the amount of the employer's annual contribution is specified. ഇവിടെയും ഡിഫൈൻ ആണ്. അതുകൊണ്ട് തന്നെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻസ് അവിടെ ഇങ്ങനെ എത്രയാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും അഡ്വാൻസ് ആയിട്ട്. ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആർ സെറ്റപ്പ് ഫോർ പാർട്ടിസിപ്പേഷൻ ആൻഡ് ബെനിഫിറ്റ് ആർ ബേസ്ഡ് ഓൺ ദ എമൗണ്ട് ക്രെഡിറ്റഡ് ഓൺ ദീസ് അക്കൗണ്ട്. എംപ്ലോയിയുടെയും കോൺട്രിബ്യൂഷൻ ഈ ഒരു പ്ലാൻ പ്രകാരം ഒരു സ്പെസിഫിക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പ്ലസ് എനി ഇൻവെസ്റ്റ്മെൻറ്റ് ഏർണിംഗ് ഓൺ ദ മണി ഇൻ ദ അക്കൗണ്ട്. ഇപ്പോൾ ആ ഒരു അക്കൗണ്ടിലെ എമൗണ്ടിൻ്റെ ബാലൻസിൻ്റെ മുകളിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റോ മറ്റോ അതല്ലെങ്കിൽ ആ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ബേസിൽ സെക്യൂരിറ്റീസിലോ മറ്റിലോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന അഡീഷണൽ ഇൻകം കൂടെ ഉൾപ്പെടുന്നതായിരിക്കും ആ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു ദ അക്കൗണ്ട് ആർ ഗ്യാരൻറ്റീഡ്. കാരണം എംപ്ലോയറുടെ കയ്യിൽ നിന്നും ഡെഫിനറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പോൾ അത് ഗ്യാരൻറ്റി ആയിട്ട് തന്നെ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും ആ അക്കൗണ്ടിലേക്കുള്ള ട്രാൻസ്ഫർ. ബട്ട് ദ ഫ്യൂച്ചർ ബെനിഫിറ്റ്, അതായത് ഫ്യൂച്ചറിൽ ആ ഒരു അക്കൗണ്ടത്തെ എമൗണ്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ കഴിയില്ല. കാരണം ആ ഒരു എമൗണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് വരുന്ന അഡീഷണൽ ഏർണിങ്സ് ചിലപ്പോൾ ലോസോ ആയിരിക്കാം, ചിലപ്പോൾ അത് പോസിറ്റീവായിട്ടുള്ള ഒരു പിന്നെന്താ പറയുക ചേഞ്ചസ് ആയിരിക്കും അതിൽ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഫ്യൂച്ചറിൽ ആ ഒരു അക്കൗണ്ടിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ചസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്യാരൻറ്റി ചെയ്യാൻ കഴിയില്ല. ഈ ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ പ്ലാനിൽ future benefit fluctuate on the basis of investment earning. The most common type of this type of plan is a saving and thrift plan. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സേവിങ് അതല്ലെങ്കിൽ ത്രിഫ്റ്റ് പ്ലാനൊക്കെയാണ് ഈ ഒരു ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ പ്ലാനിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ എംപ്ലോയി കോൺട്രിബ്യൂട്ട് a predetermined portion of their earning, also they are invest in that individual account, all or part of which is matched by the employer. ഇപ്പോൾ എംപ്ലോയിയും ഒരു സ്പെസിഫിക് ബേസ് അനുസരിച്ചിട്ട്, അതായത് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ്റെ അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു എംപ്ലോയർ കോൺട്രിബ്യൂഷനും കൂടെ ഈ ഒരു അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു എമൗണ്ട് പിന്നെയും മ്യൂച്വൽ ഫണ്ടോ കമ്പനിയോ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ LIC ഫേമൊക്കെ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ള ഒരു ബിസിനസ്സിലേക്ക് അത് എന്ത് ചെയ്യാണ്, ചാനലൈസ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഡിഫൈൻ കോൺട്രിബ്യൂഷൻ പ്ലാൻ എന്ന് പറയുന്നത് സക്സസ് ആയത് കാരണം ഗ്രാജ്വലി അത് സെവറൽ ഡീക്കേഡ് ആയിട്ട് അതിൻ്റെ ഒരു ഇൻക്രീസ് ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ സാധാരണ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പ്രൊവിഡൻറ്റ് ഫണ്ട് ഈ രീതിയിലുള്ള ഒരു പ്ലാനാണ്. അത് പ്രൊവിഡൻറ്റ് ഫണ്ട്, എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഒരു ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ പ്ലാനാണ്. ഇവിടെ പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ബാലൻസ് വിഡ്രോ ചെയ്യാം ഒരു സ്പെസിഫിക് പർപ്പസ്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് വീട് വാങ്ങിക്കുന്നതിനോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഓഫ് ദ ചിൽഡ്രൻ അങ്ങനെ ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അക്കൗണ്ടിൽ നിന്നും എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മറ്റൊരു സ്പെസിഫിക് ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഡിഫൈൻ കോൺട്രിബ്യൂഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ പെൻഷൻ എമൗണ്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അക്യുമുലേറ്റഡ് ടു ദ ക്രെഡിറ്റ് ഓഫ് ദ എംപ്ലോയി. ആ ഒരു എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഗ്യാരൻറ്റി ആയിട്ട് സ്പെസിഫിക് ആണ്. അപ്പോൾ എംപ്ലോയി അയാളുടെ സാലറിയുടെ എത്ര പെർസെൻറ്റേജ് ആണോ ഈ ഒരു പെൻഷൻ എമൗണ്ട് ആയിട്ട് മന്ത്ലി അയാൾ മാറ്റി വെക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ആ അക്കൗണ്ട് ബാലൻസ് കൂടി വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ ആയിരിക്കും ഇതിൽ ഒരു പിന്നെ നമുക്കപ്പോൾ അതിൻ്റെ എത്രത്തോളമാണ് അതിൻ്റെ ഫ്യൂച്ചർ ബെനിഫിറ്റ് എന്ന് പറയാൻ കഴിയില്ല. അത് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ പറഞ്ഞു മെയിനായിട്ട് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് LIC ഗ്രൂപ്പ് സൂപ്പർ ആനുവേഷൻ സ്കീമാണ്. ഇറ്റ് യൂട്ടിലൈസ് ദ അക്യുമുലേറ്റഡ് കോൺട്രിബ്യൂഷൻസ് അലോങ് വിത്ത് ഇൻട്രസ്റ്റ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 1/3 ടു പേ commuted value on retirement and the balance to purchase an annuity to provide monthly pension until death. ഇവിടെ നമ്മൾ LIC ഗ്രൂപ്പിൻ്റെ സൂപ്പർ ആനുവേഷൻ സ്കീം പ്രകാരമാണെങ്കിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത കോൺട്രിബ്യൂഷൻ്റെ ഒരു 1/3 അവർക്ക് റിട്ടയർമെൻറ്റ് ടൈമിൽ ദ ലംസം എമൗണ്ട് ആയിട്ട് അവർക്ക് വിഡ്രോ ചെയ്യാം. ദ ബാലൻസ് എമൗണ്ട് അവർക്ക് മരണം വരെ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് അതല്ലെങ്കിൽ മന്ത്ലി എന്നുള്ള രീതിയിൽ
പെൻഷനായിട്ടാണ് അവർക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നത്. ദ LIC പ്രൊവൈഡ് ഫോർ സെവറൽ പെൻഷൻ, ഇത്തരത്തിലുള്ള ഒരുപാട് സ്കീമുകൾ LIC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജോയിൻറ്റ് ലൈഫ് പെൻഷൻ, അതേപോലെ തന്നെ ലൈഫ് പെൻഷൻ വിത്ത് റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ടെർമിനൽ ബോണസ് ഓൺ ഡെത്ത്, ദെൻ പെൻഷൻ സീസിങ് അറ്റ് ഡെത്ത്, ലൈഫ് പെൻഷൻ ഗ്യാരണ്ടീഡ് ഫോർ മിനിമം സ്പെസിഫൈഡ് പീരീഡ്. ഇതൊക്കെ LIC ഗ്രൂപ്പിൻ്റെ സൂപ്പർ ആനുവേഷൻ സ്കീമുകളാണ്. ദ ഗ്രൂപ്പ് സൂപ്പർ ആനുവേഷൻ സ്കീം ഓൺ ഡെത്ത് ഓഫ് ദ പാർട്ടിസിപ്പേറ്റിംഗ് എംപ്ലോയി ബിഫോർ റിട്ടയർമെൻറ്റിന് മുന്നേ വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എംപ്ലോയീസിന് ആ എമൗണ്ടിൻ്റെ കോൺട്രിബ്യൂഷൻസ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഫോർ ടു പർച്ചേസ് ആൻ അസറ്റ്. അവർക്ക് എന്തെങ്കിലും ഒരു അസറ്റ് വാങ്ങിക്കുന്നതിനോ അതല്ലെങ്കിൽ അവരുടെ ചൈൽഡിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ്റെ ഒരു ഫിക്സഡ് പോർഷൻസ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൾറെഡി അവർക്കത് വാങ്ങിക്കാം. ഇനി അങ്ങനെ അല്ലാത്തൊരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡെത്ത് സംഭവിച്ചു, അതായത് റിട്ടയർമെൻറ്റിന് മുന്നേ എംപ്ലോയിക്ക് ഡെത്താണ് സംഭവിച്ചത്, അതാണ് ഇൻസിഡൻറ്റ് ഉണ്ടായി എന്നുണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ടിലെ എമൗണ്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആനുവിറ്റി പർച്ചേസ് ചെയ്യുന്നതോടുകൂടി അതിൽ ആരാണോ ആ ഒരു പ്ലാൻ പ്രകാരം നോമിനി ആയിട്ട് വരുന്നത് അവർക്ക് മന്ത്ലി പെൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ എമൗണ്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് ബിഫോർ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് നോമിനിക്ക് കിട്ടും. നോമിനിക്ക് മന്ത്ലി പേയ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. അതുവരെ ആ ഒരു എമൗണ്ട് ഒരു LIC പ്ലാനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കോൺട്രിബ്യൂഷൻസോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിനോ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് LIC ഗ്രൂപ്പ് സൂപ്പർ ആനുവേഷൻ സ്കീമിൽ വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഫണ്ടിങ് ആണ്. ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ സിംപ്ലി മണി പ്രൊവൈഡഡ് എസ്പെഷ്യലി ബൈ ഓർഗനൈസേഷൻ, കോർപ്പറേറ്റ് ഓർ ഗവൺമെൻറ് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ബിസിനസ് നടത്തുന്നവർക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ഫണ്ടിങ് എന്ന് പറയാം. ഇവിടെ ഡിഫൈൻ കോൺട്രിബ്യൂഷൻ പ്ലാനിൽ, അതായത് DC പ്ലാനിൽ നമ്മളിങ്ങനെ അക്കൗണ്ടിൽ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഈ എമൗണ്ട് അത് എംപ്ലോയിയുടെയും എംപ്ലോയറുടെയും കോൺട്രിബ്യൂഷനാണ്. അതിന് നമ്മൾ മെയിനായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇന്ത്യയിലെ മെയിനായിട്ട് എംപ്ലോയീസിനെയും കോൺട്രിബ്യൂഷൻ്റെ ബേസിൽ ഇങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇതിലേക്ക് ഹ്യൂജ് ഫണ്ട് അവരെന്ത് ചെയ്യാണ്, ചാനലൈസ് ചെയ്യാണ്. ഒന്നുകിൽ LICയുടെ ഡിഫറെൻറ്റ് സ്കീമിലേക്കോ അതല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മറ്റെന്തെങ്കിലും പർട്ടിക്കുലർ ആവശ്യങ്ങൾക്കോ വേണ്ടിയിട്ട് ഇതെന്ത് ചെയ്യാണ്, ചാനലൈസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുക. അതായത് ഈ ഫണ്ട് വെറുതെ ഐഡിയലാക്കി വെക്കാതെ ഫർദർ പ്രോസസ്സിങ്ങിലൂടെ ഫർദർ ഏണിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ LIC ഗ്രൂപ്പ് സൂപ്പർ ആനുവേഷൻ സ്കീം ഈസ് ഫണ്ടഡ് ബൈ കോൺട്രിബ്യൂഷൻ. ഇതേപോലെ തന്നെ ഈ ഒരു LIC ഗ്രൂപ്പ് സൂപ്പർ ആനുവേഷൻ സ്കീം പ്രകാരമുള്ള ഫണ്ടും നമുക്ക് ഇതേപോലെ ഫണ്ടിങ് നടത്താൻ പറ്റും. അവിടെ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ദ സാലറി ഓഫ് ഈച്ച് എംപ്ലോയി, നമ്മളവിടെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനോടൊപ്പം തന്നെ എംപ്ലോയീസിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് സാലറിയും കൂടിയാണ് ഇതിലേക്കുള്ള കോൺട്രിബ്യൂഷനായിട്ട് വരുന്നത്. അതേപോലെ തന്നെ പ്രൊവിഡൻറ്റ് ഫണ്ട് ഇൻട്രസ്റ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവും ആനുവലി ഇത്ര എമൗണ്ട് എന്നുള്ള രീതിയിലും ആ ഒരു എമൗണ്ടും ഈ ഒരു ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. വിച്ച് ഈസ് ക്രെഡിറ്റഡ് ടു ദ എംപ്ലോയീസ് അക്കൗണ്ട്. അത് ആ ഒരു ഇൻട്രസ്റ്റ് എന്തെങ്കിലും അഡീഷണൽ വരുന്നതെല്ലാം ഈ ഒരു അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ കൊറോണ ഇഷ്യൂ ഒക്കെ വന്ന സമയത്ത് ഈ ഒരു ഏണിംഗ് ഇവിടെ എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു 7.1% ആയിട്ടാണ് ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇത് പെർമനൻ്റ് അല്ല, ഇത് സിറ്റുവേഷനനുസരിച്ച് ചേഞ്ചസ് വരുന്നതാണ്. അപ്പോൾ അറ്റ് പ്രസൻറ്റ് എംപ്ലോയീസിൻ്റെ പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കൊറോണ വൈറസ് അറ്റാക്കൊക്കെ കാരണം നൗ ഇപ്പോൾ ഇത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് 7.1% ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് DC പ്ലാനിൻ്റെ ഫ്യൂച്ചേഴ്സാണ്. ഫസ്റ്റ് വൺ പറയുന്നത് ഇൻ ദിസ് റിട്ടയർമെൻറ്റ് പ്ലാൻ ഇൻ വിച്ച് ദ എമൗണ്ട് ഓഫ് ദ എംപ്ലോയേഴ്സ് ആനുവൽ കോൺട്രിബ്യൂഷൻ ഈസ് സ്പെസിഫൈഡ്. ഡിഫൈൻ എന്നാണ് പേര്, അതുകൊണ്ട് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ അവിടെ സ്പെസിഫിക് ആണ്. ദ നെക്സ്റ്റ് വൺ പറയുന്നത് ദിസ് ഈസ് എ പ്ലാൻ ഇൻ വിച്ച് എൻ എംപ്ലോയീസ് ബെനിഫിറ്റ് ഡ്യൂറിങ് റിട്ടയർമെൻറ്റ്. It depends on the contributions made to and the investment performance of the asset ഇൻ ദെയർ അക്കൗണ്ട്. ഇവിടെ നമുക്കറിയാം പെൻഷൻ എന്ന് പറയുമ്പോൾ അത് എംപ്ലോയീസിനുള്ള ബെനിഫിറ്റാണ്. ഈ എംപ്ലോയീസിന് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ഒന്നുകിൽ അയാളുടെ റിട്ടയർമെൻറ്റ് ടൈമിലായിരിക്കും. അത് ആ ഒരു റിട്ടയർമെൻറ്റ് ടൈമിൽ ഫ്യൂച്ചറിൽ അയാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്നുള്ളത് ആ ഒരു സ്പെസിഫിക് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിൻ്റെ അതിലെ എമൗണ്ടിൻ്റെ
പെർഫോമൻസ് അനുസരിച്ചിട്ട് ആയിരിക്കും. അപ്പോൾ നമുക്കതിൽ ഫ്യൂച്ചറിൽ അതിൽ വരുന്ന ഒരു ഫ്ലക്ച്വേഷൻസ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അതെന്തായാലും എംപ്ലോയീസിനുള്ള ബെനിഫിറ്റ് ആയിരിക്കും. ദെൻ തേർഡ് വൺ പറയുന്നത് ഒരു സേവിങ് അക്കൗണ്ട് പോലെയാണ് നമ്മളിത് കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അക്കൗണ്ട് കണ്ടെയ്ൻ എ സ്പെസിഫിക് ബാലൻസ് അറ്റ് എനി ഗിവൺ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ അസറ്റ് അക്യുമുലേറ്റഡ് ഇൻ ദി അക്കൗണ്ട്. ദ നെക്സ്റ്റ് വൺ വരുന്നത് എംപ്ലോയീസ് ഹാവ് സബ്സ്റ്റാൻഷ്യൽ കൺട്രോൾ ഓവർ ഹൗ ദ കോൺട്രിബ്യൂഷൻ ടു ദയർ പ്ലാൻ ആർ ഇൻവെസ്റ്റഡ് ആൻഡ് മേ ജനറലി ചൂസ് ഫ്രം ആൻ അസോസിയേഷൻ ഓഫ് സ്റ്റോക്ക്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആരാണോ ആ ഒരു ബെനിഫിഷ്യറി എംപ്ലോയി അയാൾക്ക് തന്നെ അയാളുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് അയാൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ പറയുന്നത് മണി കോൺട്രിബ്യൂട്ടഡ് ക്യാൻ എയ്തർ ബി ഫ്രം എംപ്ലോയി സാലറി ഡിഫറൽ ഓർ ഫ്രം എംപ്ലോയർ കോൺട്രിബ്യൂഷൻ. അതിൻ്റെ ആ കോൺട്രിബ്യൂഷൻ എമൗണ്ട് വരുന്ന കാര്യമാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് the portability of a defined contribution pension is largely no different from the portability of a defined benefit plan. Then next നമുക്ക് നോക്കാനുള്ളത് ഡിഫറൻസ് ആണ് ഈ ഒരു ഡിഫൈൻഡ് ബെനിഫിറ്റ് പ്ലാനും ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ പ്ലാനും തമ്മിലുള്ളത്. അപ്പോൾ DB പ്ലാൻ എന്ന് പറയുമ്പോൾ പ്ലാൻ സ്പോൺസർ ഗ്യാരണ്ടി ദ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. ആരാണോ അതിൻ്റെ സ്പോൺസർ എംപ്ലോയർ ആയിരിക്കും, അയാളാണ് ആ ഒരു റിട്ടയർമെൻറ്റിൻ്റെ ബെനിഫിറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മേക്ക് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ചോയ്സ് ആൻഡ് ബിയർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക്. അവിടെ കമ്പനി അതല്ലെങ്കിൽ എംപ്ലോയർ ആയിരിക്കും, അയാൾക്കാണ് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക്, അയാളാണ് അത് ആ എമൗണ്ട് മാനേജ് ചെയ്യുകയൊക്കെ ചെയ്യുക. അതേപോലെ തന്നെ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഡസ് നോട്ട് ഏൺ ഇനഫ് ടു ഫണ്ട് ദ ഗ്യാരണ്ടീഡ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. ഇനി DC പ്ലാനിലേക്ക് വരികയാണെങ്കിൽ എംപ്ലോയർ അവിടെ ഇങ്ങനെ ഗ്യാരണ്ടി ഒന്നും നൽകുന്നില്ല, പക്ഷേ അയാളുടേതായ ഒരു സ്പെസിഫിക് കോൺട്രിബ്യൂഷൻസ് അതിലുണ്ടായിരിക്കും. ഇപ്പോൾ DB പ്ലാൻ ആണെങ്കിൽ വിച്ച് ഓഫർ എംപ്ലോയി ആൻഡ് annuity at a return defined contribution plan are riskier for employees because the employee bear the risk of under പെർഫോമിംഗ് അസറ്റ് ആൻഡ് എക്സ്റ്റെൻഡഡ് ലോങ്ങിറ്റി. ഇവിടെ റിസ്ക്കുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഇൻഫ്ലേഷൻസ് ഇതൊക്കെ ബാധിക്കുന്നത് DC പിന്നെ പ്ലാനിനെയാണ്. ദിസ് റിസ്ക് ക്യാൻ ബി മ്യൂട്ടഡ് ഇഫ് എംപ്ലോയീസ് ക്യാൻ യൂസ് ദ അസറ്റ് ഇൻ ദെയർ ഡെഫിനറ്റ് കോൺട്രിബ്യൂഷൻ പ്ലാൻ ടു പർച്ചേസ് ആനുവിറ്റി അറ്റ് റിട്ടയർമെൻറ്റ്. അപ്പോൾ അവർക്ക് ആ ഒരു എമൗണ്ട് മറ്റൊരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് DC പ്ലാനിൻ്റെ പ്രത്യേകതയാണ്. കാരണം ആ എമൗണ്ട് അവർക്ക് ഒന്നുകിൽ അവരുടെ ചൈൽഡിൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടോ യൂസ് ചെയ്യാം. ഇതാണ് മെയിനായിട്ട് ഡിഫറൻസ് വരുന്നത്. ഇതിന് മുന്നേ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത അതേ പോയിന്റ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു എന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് നോക്കാനുള്ളത് മൂന്നാമത്തെ പ്ലാനാണ് ഹൈബ്രിഡ് പെൻഷൻ പ്ലാൻ. ഹൈബ്രിഡ് പെൻഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഡിഫൈൻഡ് ബെനിഫിറ്റ് പ്ലാനിൻ്റെയും ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ പ്ലാനിൻ്റെയും ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ ഹൈബ്രിഡ് പെൻഷൻ പ്ലാൻ എന്ന് പറയുക. ഇത്രയാണ് ടൈപ്പ് ഓഫ് പ്ലാനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ പെൻഷൻ ഫണ്ടിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത് എന്ന് നോക്കാം. ദർ ആർ നമ്പർ ഓഫ് കീ പ്ലെയർ ഇൻവോൾവ്ഡ് ഇൻ പെൻഷൻ ഫണ്ട് മാനേജ്മെൻറ്റ്. മെയിനായിട്ട് അവിടെ സ്പോൺസർ അതേപോലെ തന്നെ ബെനിഫിഷ്യറി എംപ്ലോയീസുമാണ് അവിടെ ഇങ്ങനെ പ്ലെയേഴ്സായിട്ട് വരുന്നത്. ഇവിടെ സ്പോൺസർ അതായത് എംപ്ലോയർ തന്നെ ഈ ഒരു പെൻഷൻ ഫണ്ട് അവർ സ്വയം മാനേജ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ബട്ട് ദ മെജോറിറ്റി ഓഫ് ദം കൂടുതലായിട്ടും ഈ ഒരു പെൻഷൻ ഫണ്ടിൻ്റെ വിനിയോഗത്തിന് വേണ്ടിയിട്ട് ദേ അപ്പോയിൻറ്റ് എ ട്രസ്റ്റി. അവരൊരു ട്രസ്റ്റിയെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് ആ ട്രസ്റ്റ് ഈ മാനേജ്മെൻറ്റ് ഫണ്ട് മാനേജ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുക. ഇങ്ങനെ നമ്മളൊരു ട്രസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ദ ട്രസ്റ്റി മേ ബി എ ട്രസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അവരൊന്നുകിൽ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആവാം, അതല്ലെങ്കിൽ അവരൊരു ഇൻഷുറൻസ് കമ്പനി ആവാം, അതല്ലെങ്കിൽ അവരൊരു മ്യൂച്വൽ ഫണ്ട് ആവാം. അവരായിരിക്കും മെയിനായിട്ട് ഈ പെൻഷൻ ഫണ്ടിലെ എമൗണ്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിന് മുകളിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൺട്രോളും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു ട്രസ്റ്റി ആയിരിക്കും. ദ കോൺട്രിബ്യൂഷൻ പ്രൊവൈഡഡ് ബൈ ദ സ്പോൺസർ ആർ ഇൻവെസ്റ്റഡ് ബൈ ദ ട്രസ്റ്റി മാനേജേഴ്സ് ആൻഡ് ദ ബെനിഫിറ്റ് ആർ ഗിവൺ ടു റിട്ടയർഡ് പേഴ്സണൽ. അപ്പോൾ അവിടെ ആ റിട്ടയർഡ് പേഴ്സണലിന് തന്നെയാണ് ബെനിഫിറ്റ് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മളൊരു ട്രസ്റ്റി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അയാളൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആവും. അപ്പോൾ അയാൾക്കത് നല്ല രീതിയിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഡിഫൈൻ ബെനിഫിറ്റ് പ്ലാൻ ആണ് എന്നുണ്ടെങ്കിൽ
അവിടെ ഇങ്ങനെ അസറ്റ് പെൻഷൻ ഫണ്ട് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ സ്പോൺസർ. അതൊരു സ്പോൺസറുടെ പ്രോപ്പർട്ടി എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത്. പ്രോഫിറ്റ് കോമ്പോസിഷൻ അത് പക്ഷേ നമ്മൾ DC പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ അതൊരു സ്പെസിഫിക് അസറ്റ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വിഡ്രോ ചെയ്ത് യൂസ് ചെയ്യാം. ആർക്ക്? എംപ്ലോയീസിന്. അങ്ങനെ ഒരു ബെനിഫിറ്റ് അവിടെ വരുന്നുണ്ട്. വെൻ പെൻഷൻ ഫണ്ട് ഈസ് മാനേജ്ഡ് ബൈ എൻ ഔട്ട്സൈഡ് ട്രസ്റ്റി ആണെങ്കിൽ മെയിനായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലോ കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിബിലിറ്റി, പെൻഷൻ പ്ലാൻ, ഇതൊക്കെയാണ് അവരുടെ മാനേജിങ് എന്ന് പറയുന്ന ഒരു സ്കില്ലിൽ അവർ കൂടുതലായിട്ട് ഉപയോഗിക്കും. പിന്നെ നമുക്കറിയാൻ പറ്റും ഇവിടെ ഇങ്ങനെ ഒരു ഫണ്ട് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ എത്രയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം അത് സ്റ്റേബിളാണ്, എക്സ്പെക്റ്റ് ചെയ്യുന്ന എമൗണ്ട് തന്നെയാണ്. ഇത് മാനേജിങ് പെൻഷൻ ഫണ്ട് അതേപോലെ തന്നെ ലിക്വിഡിറ്റി ഇതൊന്നും വലിയൊരു പ്രോബ്ലം അല്ല. ബട്ട് ദ കൺസിഡറേഷൻ ഈസ് റിലേറ്റഡ് വിത്ത് റിട്ടേൺ ആൻഡ് റിസ്ക്. പക്ഷേ ഇവിടെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവം ഇതിൻ്റെ റിട്ടേൺ അതേപോലെ തന്നെ റിസ്ക് ആണ്. ജനറലി പെൻഷൻ ഫണ്ട് ആർ ഇൻവെസ്റ്റഡ് ഇൻ ലോങ് ടേം ഫണ്ട്. ലോങ് ടേം ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് മെയിനായിട്ട് ഇതിൻ്റെ എമൗണ്ട് ഉപയോഗിക്കുക. ഇപ്പോൾ ഡിഫൈൻഡ് ബെനിഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലായിട്ട് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിനായിരിക്കും. നേരെ മറിച്ച് DC പ്ലാൻ ആണെങ്കിൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇക്വിറ്റീസിലായിരിക്കും. അപ്പോൾ DC എന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഇക്വിറ്റിയിലാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. നേരെ മറിച്ച് DBയിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി, അപ്പോൾ ഡെപ്റ്റോ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് പോലുള്ള ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ ഇങ്ങനെ ഫിക്സഡ് ഇൻകം അവർക്ക് അവിടെ ഇങ്ങനെ ഉറപ്പ് വരുത്താൻ പറ്റും. ഇത്രയാണ് മെയിനായിട്ട് മാനേജിങ് ഓഫ് പെൻഷൻ ഫണ്ടിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പെൻഷൻ ഫണ്ട് ഇൻ ഇന്ത്യയാണ്. ഇന്ത്യയിലെ പെൻഷൻ ഫണ്ട് എന്ന് പറയുമ്പോൾ വളരെ വൈഡായിട്ട് നമുക്കതിൻ്റെ ഒരു ഫങ്ഷനിങ് ഒന്നും കാണാൻ കഴിയില്ല. വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ ഉള്ളൂ. കാരണം അത് ഇന്ത്യയിൽ ഒരു മേജർ 10% മാത്രമാണ് അഗ്രിഗേറ്റ് വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. ഈ ഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ പീപ്പിൾ മാത്രമാണ് അവരുടെ ഒരു എമൗണ്ടിൻ്റെ ഒരു പെർട്ടിക്കുലർ പോർഷൻസ് ഈ ഒരു പ്രൊവിഡൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ പെൻഷൻ ഫണ്ട് എന്നുള്ള രീതിയിലേക്ക് അവരെന്ത് ചെയ്യുന്നുള്ളൂ, ചാനലൈസ് ചെയ്ത് വിടുന്നുള്ളൂ. അപ്പോൾ ഇത് ഒരു വലിയ രീതിയിലുള്ളൊരു ഫണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിന് ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ ഇങ്ങനെ ഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൊളോണിയൽ പീരീഡ്, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ഈ ഒരു പെൻഷൻ സിസ്റ്റം യൂസ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. റോയൽ കമ്മീഷൻ ഒക്കെ 1881 ഫസ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ ഒരു ഗവൺമെൻറ് എംപ്ലോയീസിന് ഈ ഒരു പെൻഷൻ ഫണ്ട് ഉപയോഗപ്പെടുത്തിയതായിട്ട് കാണാൻ പറ്റുക. ഇനി 1999 അതേപോലെ 1935 ഈ ഒരു പ്രൊവിഷൻ ഫണ്ട് കൂടുതലായിട്ട് അമെൻഡ് ചെയ്ത് അതുമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ദീസ് സ്കീം വെർ ലേറ്റർ കൺസോളിഡേറ്റഡ് ആൻഡ് എക്സ്പാൻഡഡ് ടു പ്രൊവൈഡ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ടു ദ എൻറ്റയർ പബ്ലിക് സെക്ടർ വർക്കിംഗ് പോപ്പുലേഷൻ. പിന്നീട് അത് വൈഡാക്കി അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാ പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കിട്ടാവുന്ന രീതിയിൽ എക്സ്പാൻഡഡ് ആക്കിയിട്ടുണ്ട്. മേജർ റിട്ടയർമെൻറ്റ് സ്കീം ഇൻ ഇന്ത്യ ഇൻക്ലൂഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി ആൻഡ് പെൻഷൻ സ്കീം. അപ്പോൾ ഇന്ത്യയിൽ പെൻഷൻ ഫണ്ടിൽ വരുന്ന മെയിനായിട്ടുള്ളത് ഒന്ന് ഗ്രാറ്റുവിറ്റി ആണ്, മറ്റൊന്ന് പെൻഷൻ സ്കീമാണ്, മറ്റൊന്ന് PF ആണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രൊവിഡൻറ്റ് ഫണ്ടും ഗ്രാറ്റുവിറ്റിയും ആണെങ്കിൽ അത് ലംസം റിട്ടയർമെൻറ്റ് എമൗണ്ട് ആയിട്ടാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക. ദെൻ അതല്ലാതെ പെൻഷൻ സ്കീമാണെങ്കിൽ അവിടെ ഇങ്ങനെ മന്ത്ലി ആനുവിറ്റി ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മേജർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് സ്കീമുകളാണ്. ഏകദേശം ഒരു 4 സ്കീമുകളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് EPF. ഇതൊരു ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റാണ്. അതേപോലെ തന്നെ ഫുള്ളി ഫണ്ടഡ് പെൻഷൻ സ്കീം എന്നും പറയാം. ഇവിടെ ഇങ്ങനെ ഇത് സ്കീം കവർ ചെയ്യുന്നത് വർക്കേഴ്സിനെ പ്രൈവറ്റ് ഓർഗനൈസ്ഡ് സെക്ടർ, പ്രൈവറ്റ് ഓർഗനൈസ്ഡിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ കവർ ചെയ്യുന്നതാണ് ഈ ഒരു EPF അഥവാ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഇവിടെ എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അവരുടെ മന്ത്ലി വേജസിൻ്റെ 10% അല്ലെങ്കിൽ 12% ആണ് ഈ പെൻഷനിലേക്ക് അവരുടെ കോൺട്രിബ്യൂഷനായിട്ട് ഉണ്ടാവുക. എംപ്ലോയറും ഇതേപോലെ തന്നെ ഒരു മാച്ചിങ് കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതിനോടൊപ്പം തന്നെ ഔട്ട് ഓഫ് വിച്ച് ദ എമൗണ്ട് ഇൻ എക്സസ് ഓഫ് ദ EPS കോൺട്രിബ്യൂഷൻ, ആ ഒരു സ്കീമിൻ്റേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻസും ഉണ്ടായിരിക്കും. ഇത് EPF അക്കൗണ്ട് എന്നുള്ള പേരിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ പേയ്മെൻറ്റ് ഈസ് ഡൺ
ഇൻ ലംസം അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ്. റിട്ടയർമെൻറ്റ് സമയത്താണ് അതിൻ്റെ പേയ്മെൻറ്റൊക്കെ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു ലിബറൽ നോൺ റീഫണ്ടബിൾ വിഡ്രോവബിൾ ഓപ്ഷനായിട്ടാണ് EPF ഉപയോഗിക്കുന്നത്. ഇറ്റ് ഡസ് നോട്ട് കവർ ഇൻഫ്ലേഷൻ റിസ്ക്. ഫ്യൂച്ചറിലെ ഇൻഫ്ലേഷൻ റിസ്ക് അതൊന്നും ഇവിടെ ഇങ്ങനെ കവർ ചെയ്യുന്നാത്ത ഒരു സ്കീമാണിത്. അതേപോലെ തന്നെ ഇറ്റ് ഓഫർ ദ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി. എംപ്ലോയീസിന് ഡെത്തോ ഡിസബിലിറ്റിയോ വരുന്നത് മൂലം ഉണ്ടാകുന്ന റിസ്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫണ്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ എ മെമ്പർ ഓഫ് ദ പ്രൊവിഡൻറ്റ് ഫണ്ട് ക്യാൻ വിഡ്രോ ഫുൾ എമൗണ്ട് അറ്റ് ദി ക്രെഡിറ്റ് ഇൻ ദി ഫണ്ട് ഓൺ റിട്ടയർമെൻറ്റ് ഫ്രം സർവീസിന് റിട്ടയർ ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ അയാൾക്കൊരു 55 വയസ്സാകുന്ന സമയത്ത് അയാൾക്ക് ഈ പെൻഷൻ ഫണ്ടിലുള്ള എമൗണ്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോ ചെയ്യാവുന്നതാണ്. ഇതാണ് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട്. മെയിനായിട്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൈവറ്റ് ഓർഗനൈസേഷൻ സെക്ടറിലുള്ള എംപ്ലോയീസിനാണ്. ദ നെക്സ്റ്റ് വൺ വരുന്നത് UTI റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് പെൻഷൻ ഫണ്ട്. ഇതൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നോട്ടിഫൈ ചെയ്തിട്ടുള്ള പെൻഷൻ ഫണ്ടാണ്. ഓപ്പൺ എൻഡഡ് പ്ലാനാണ് ഇത് വരുന്നത്. ഇവിടെ ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു ഏസ് എ പേഴ്സൺ എനി പേഴ്സൺ ഒരു 18 മുതൽ 52 വയസ്സാകുന്നത് വരെ നമുക്ക് ഒരു സേവിങ് എന്നുള്ള രീതിയിൽ ഈ ഒരു സ്കീമിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. റെഗുലർ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് എന്നുള്ള രീതിയിലാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. 58 വർഷമാണ് നമുക്ക് അവിടെ ഇങ്ങനെ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക. അവിടെ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 10,000 റുപ്പീസാണ്. അത് നോട്ട് മോർ ദാൻ 20 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ മിനിമം 500 വെച്ചായിരിക്കും അതിൻ്റെ മന്ത്ലി നമ്മൾ അതിൽ പേ ചെയ്യേണ്ടത്. അപ്പോൾ 18 വയസ്സ് മുതൽ 52 വയസ്സാവുന്നത് വരെ നമുക്ക് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഒരു 58 വയസ്സാകുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും, അത് നമുക്ക് റിട്ടേൺ ചെയ്യാം. ഇത് വിഡ്രോവൽ എന്ന് പറയുന്നത് ഒരാളുടെ വയസ്സ് 70 വയസ്സായതിന് മുകളിലായോ അല്ലെങ്കിൽ 70 ഇയേഴ്സ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഓർ ഈവൻ എ പ്രീമച്വർ വിഡ്രോവൽ ഈസ് ആൾസോ അറ്റ് എ ഡിസ്കൗണ്ട്. ഈ ഒരു കാലയളവിന് മുന്നേ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം. അതല്ല എങ്കിൽ ആ ഒരു സ്കീം കംപ്ലീറ്റ് ആകുകയെന്ന് പറയുമ്പോൾ 70 വയസ്സാകുമ്പോഴാണ് അത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക, വിഡ്രോ ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ് മൂന്നാമത്തെ പറയുന്നത് ഗവൺമെൻറ് എംപ്ലോയി പെൻഷൻ സ്കീമാണ്. ഇവിടെ മെയിനായിട്ട് ഡിഫൈൻ ബെനിഫിറ്റ് അല്ലെങ്കിൽ പേ ആസ് യു ഗോ സ്കീമാണ്. ഈ സ്കീം കവർ ചെയ്യുന്നത് ഗവൺമെൻറ് എംപ്ലോയീസിനെയാണ്. ഇവിടെ ഗവൺമെൻറ് എംപ്ലോയീസിന് കൊടുക്കുന്ന പെൻഷൻ സ്കീമാണ് ഗവൺമെൻറ് എംപ്ലോയി പെൻഷൻ സ്കീം എന്ന് പറയുന്നത്. ഇവിടെ മന്ത്ലി പ്രത്യേകിച്ച് അവിടെ ഇങ്ങനെ എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുകയൊന്നും വേണ്ട. എംപ്ലോയർ തന്നെ ആ ഒരു ഡിഡക്ഷൻ കഴിഞ്ഞിട്ടാണ് അവരുടെ മന്ത്ലി സാലറി അവരുടെ കയ്യിലേക്ക് കൊടുക്കുക. അപ്പോൾ എംപ്ലോയറും എംപ്ലോയിയുടെയും ഒരു കോൺട്രിബ്യൂഷൻസ് അവിടെ വരുന്നുണ്ട്. അവിടെ മന്ത്ലി പെൻഷൻ ഫ്ലോർ എന്ന് പറയുന്നത് 1250 1250 രൂപയാണ് മന്ത്ലി ഒരു ഗവൺമെൻറ് എംപ്ലോയിയുടെ സാലറിയിൽ നിന്നും ഒരു പെൻഷൻ ഫണ്ടിലേക്ക് എമൗണ്ട് ചാർജ് ചെയ്യപ്പെടുന്നത്. ഇവിടെ നോ എക്സ്പ്ലിസിറ്റ് ക്യാപ്പാണ്, അതായത് മാക്സിമം പെൻഷൻ എമൗണ്ടാണ് അവിടെ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഇറ്റ് കവർ ദ ഇൻഫ്ലേഷൻ റിസ്ക് കവർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ആൾസോ പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് ദ ഡെത്ത് ഓഫ് ഡിസബിലിറ്റി. എല്ലാ പെൻഷൻ പ്ലാനിലും മെയിനായിട്ട് ഇത് തന്നെയാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അത് ഡെത്ത് അല്ലെങ്കിൽ ഡിസബിലിറ്റി മൂലം ഉണ്ടാകുന്ന റിസ്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ദ നെക്സ്റ്റ് ലാസ്റ്റ് വൺ വരുന്നത് ഒക്കുപേഷണൽ പെൻഷൻ സ്കീമാണ്. ഒക്യുപ്പേഷണൽ പെൻഷൻ സ്കീം അല്ലെങ്കിൽ നമുക്ക് സൂപ്പർ ആനുവേഷൻ സ്കീം എന്ന് പറയാം. ഇവിടെ എംപ്ലോയർ സ്പോൺസർ സ്കീമാണ്, അതായത് സ്റ്റാറ്റ്യൂട്ടറി അല്ല. ഇവിടെ നമുക്ക് അഡീഷണൽ പോസ്റ്റ് റിട്ടയർമെൻറ്റ് ഇൻകം ടു എംപ്ലോയി ഓൺ എ റെഗുലർ ബേസിസ് എന്നുള്ള രീതിയിൽ എംപ്ലോയറാണ് ഇതിൻ്റെ സ്പോൺസറായിട്ട് വരുന്നത്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊസീജിയർ നോക്കിയിട്ടല്ല ഈ ഒരു പെൻഷൻ സ്കീം റൺ ചെയ്യുന്നത്. ദ സ്കീം ക്യാൻ ബി ഡിഫൈൻ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഡിഫൈൻ കോൺട്രിബ്യൂഷൻ, അതായത് DB ആയിട്ടോ DC ആയിട്ടോ നമുക്ക് ഇത് ഉപയോഗിക്കുന്നതായിട്ട് കാണാം. ദ ലയബിലിറ്റി മെറ്റ് ബൈ സെറ്റിംഗ് അപ്പ് ഓഫ് ദി ട്രസ്റ്റ് ഫണ്ട് എയ്തർ സെൽഫ് മാനേജ്ഡ് ഓർ മാനേജ്ഡ് ബൈ ദി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. LIC ഒക്കെയാണ് മെയിനായിട്ട് ഈ ഒരു ഫണ്ടിൻ്റെ ട്രസ്റ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ പക്ഷേ പ്രൈവറ്റൈസേഷനൊക്കെ വന്നതോട് കൂടിയിട്ട് ഇപ്പോൾ ഈ ഒരു സ്കീമിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് LIC അല്ല, അവിടെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി IRDA ആണ് ചെയ്യുന്നത്. IRDA ഹാസ് അലൗഡ് ഓൾ ഇൻഷുറേഴ്സ് ഇൻക്ലൂഡിംഗ് ദ LIC ടു ഇൻവെസ്റ്റ് ഇൻ ലിസ്റ്റഡ് ഇക്വിറ്റി. അപ്പോൾ എല്ലാ ഇൻഷുറൻസും ഇൻക്ലൂഡിങ് LICക്കും എന്ത് ചെയ്യാം, ഇപ്പോൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഈ രീതിയിലാണ് ഈ ഫണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് എംപ്ലോയർ സ്പോൺസർ ചെയ്യുന്നതാണ്. ഇത് സ്റ്റാറ്റ്യൂട്ടറി
ആയിട്ടുള്ളതല്ല. അതേപോലെ തന്നെ പോസ്റ്റ് റിട്ടയർമെൻറ്റ് ഇൻകം എന്നുള്ള രീതിയിൽ എംപ്ലോയീസിന് ഒരു റെഗുലർ ബേസിസ് പ്രൊവൈഡ് ചെയ്യാണ്. ഇത് മെയിനായിട്ട് ഇതിൻ്റെ കോൺട്രിബ്യൂഷൻസ് അതല്ലെങ്കിൽ അതിൻ്റെ മാനേജിങ് എന്ന് പറയുന്നതൊക്കെ LIC ആണ്. ഇത് DB ഫോമിലോ അല്ലെങ്കിൽ DC ഫോമിലോ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് സ്കീമുകൾ വരുന്നത്. ഓക്കെ, താങ്ക് യു.